വെൽക്കം ബാക്ക് ടു നോട്ട്സ്പോക്ക്. അപ്പോൾ നോട്ട്സ്പോക്കിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോട്ട്സ്പോക്കിൽ സോഷ്യൽ സയൻസിലെ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റിമോട്ട് സെൻസിങ്ങും പിന്നെ സാറ്റലൈറ്റ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ഒബ്ജക്റ്റും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഒന്നെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാറ്റലൈറ്റ്സിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള സെൻസേഴ്സ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെഷേഴ്സിലിരിക്കും. അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷനും ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷനും തമ്മിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഓഫ് റിഫ്ലക്റ്റഡ് എനർജി, ഓരോ ഒബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിനെയാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ സാറ്റലൈറ്റിൻ്റെയും സെൻസേഴ്സിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള സെൻസേഴ്സ് എർത്ത് സർഫേസിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും വേർതിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് അവർ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്പെക്ട്രൽ സിഗ്നേച്ചറിനെ സെൻസ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഡിജിറ്റൽ ഫോമിലായിട്ട് ടെറസ്ട്രിയൽ സ്റ്റേഷനിലോട്ട് അവർ പാസ് ചെയ്യും, സാറ്റലൈറ്റിലൂടെ പാസ് ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ ഇത് ഡിജിറ്റൽ ഫോമാറ്റിലാണ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതിനെ കൺവേർട്ട് ചെയ്യാണ്, പിക്ചർ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അങ്ങനത്തെ പിക്ചേഴ്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഇമേജറീസ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇമേജസ്. അപ്പോൾ സെൻസേഴ്സ് എർത്തിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കിയിട്ട് ടെറസ്ട്രിയൽ സ്റ്റേഷനിലോട്ട് പാസ് ചെയ്യുന്നു. ടെറസ്ട്രിയൽ സ്റ്റേഷനിൽ വെച്ചിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആ ഇൻഫർമേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഇമേജസ് ആക്കി മാറ്റുന്നു. ഓക്കെ, സാറ്റലൈറ്റ് ഇമേജറീസ്. അപ്പോൾ ഒരു സെൻസറിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സെൻസർ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന എർത്തിലെ സ്മോളസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ സൈസ്, അതാണ് ഒരു സെൻസറിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഴ്സ് ഹാവിങ് ഹയർ സ്പേഷ്യൽ റെസൊല്യൂഷൻ കവർ ചെയ്യുന്നത് സ്മോൾ ഏരിയ ആയിരിക്കും ദാൻ ഒരു ലോ സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള സെൻസർ കവർ ചെയ്യുന്നതിനെക്കാട്ടിലും. കാരണം കുറച്ചും കൂടി ക്ലാരിറ്റിയിലായിരിക്കും ഇവിടെ സംഭവങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സെൻസേഴ്സ് നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇങ്ങനെ എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഓരോ ഇൻ്റർവെല്ലിലും അവർ ആ പോയിന്റിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ചില സാറ്റലൈറ്റ്സ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സെൻസേഴ്സാണ് ടാസ്ക്ഡ് സെൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം അവർ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പോയിന്റിൽ മാത്രം ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ടാസ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സ്, എയും ബിയും സ്പേഷ്യൽ റെസൊല്യൂഷൻ നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സാണ്. ഇത് രണ്ട് ഡിഫറെൻറ്റ് സാറ്റലൈറ്റ് ഇമേജറീസ് ആണ്. രണ്ട് സെൻസേഴ്സ് വെച്ചിട്ട് എടുത്തിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജറീസ് ആണ്. ഈ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേഷ്യൽ റെസൊല്യൂഷനുമാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റുന്നത് ഏത് ഇമേജാണ്? ബി ആണ് അല്ലേ. കാരണം ബിയിലെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കൂടുതലാണ്. കാരണം അതിൻ്റെ ഏരിയ അത്രയും കുറവാണ്. 1 മീറ്ററിലാണ് അവിടെ കവർ ചെയ്യുന്നത്, മറ്റേത് 1 കിലോമീറ്ററാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ കൂടിയപ്പോൾ നമ്മുടെ പിക്ചറിൻ്റെ ക്ലാരിറ്റിയും കുറച്ചും കൂടി കൂടി. യൂസേഴ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് യൂസേഴ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്ത് തന്നെ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് യൂസേഴ്സ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഒന്ന് വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒബ്സർവേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഓഷ്യൻ എക്സ്പ്ലോറേഷൻ. ഓഷ്യൻ എക്സ്പ്ലോറേഷൻ എന്ന് വെക്കുമ്പോൾ ഓഷ്യനിൽ ഇപ്പോൾ ടൈഡിൻ്റെ ലെങ്ത്ത്, വേവിൻ്റെ ലെങ്ത്ത്, പിന്നെ സർഫസിലെ ഹീറ്റ് എത്രത്തോളം ഉണ്ട്, അപ്പോൾ ഒരു സൈക്ലോണിനൊക്കെ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് റെഫറൻസുകളൊക്കെ നടത്താൻ നമുക്ക് റിമോട്ട് സെൻസിങ് വെച്ചിട്ട് പറ്റുന്നുണ്ട്.
അപ്പോൾ ഓഷ്യൻസിലെ ഈ ചേഞ്ചസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് ടെക്നോളജി വെച്ചിട്ട് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർ മോണിറ്ററിങ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. ഇപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കത്തിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുഴയിലായാലും കടലിലൊക്കെ ആയാലും വെള്ളത്തിൻ്റെ എത്രത്തോളം റൈസ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വരൾച്ച, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടെങ്കിൽ എവിടെയാണ്, ഡീപ്പ് ഫോറസ്റ്റിലാണോ, അങ്ങനെ ഏത് സ്ഥലത്താണ് ഫോറസ്റ്റ് ഫയർ ഉള്ളത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലൊക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അതിന് റെമഡിയൽ ആയിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രോപ്സിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ടും റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും പെസ്റ്റുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, ഡിസീസസ് ക്രോപ്സിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ റിമോട്ട് സെൻസിങ്ങിനെ കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ ഓയിൽ എക്സ്പ്ലോറേഷൻ, എവിടെയാണ് ഓയിൽ ഉള്ളത്, എവിടെ ഡിഗ് ചെയ്താലും നമുക്ക് ഇന്ന ഓയിൽ കിട്ടുക, അങ്ങനത്തെ ഒക്കെ ഐഡൻറ്റിഫിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഗ്രൗണ്ട് വാട്ടർ ഉള്ള ഏരിയാസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും റിമോട്ട് സെൻസിങ്ങിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് മെയിൻ ടോപ്പിക്കാണ് GIS, അതായത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ റിമോട്ട് സെൻസിങ്ങിലൂടെയാണ് നമ്മുടെ എർത്തിലെ ഒരു മെജോറിറ്റി ഓഫ് ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും ഒക്കെ കിട്ടുന്നത് റിമോട്ട് സെൻസിങ് വഴി തന്നെയാണ്. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് വഴി നമുക്ക് കിട്ടുന്ന മാപ്സ്, ഫോട്ടോസ്, ടേബിൾസ്, ഇതിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ പിക്ചേഴ്സിനെയും ഈ ഡീറ്റെയിൽസിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് GIS. അപ്പോൾ ഈ GISലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് റിമോട്ട് സെൻസിങ് വഴി നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ്, അത് ഇമേജസ് ആയിരിക്കാം, ഏതൊരു ഫോട്ടോഗ്രാഫ്സ്, അങ്ങനത്തെ ഇമേജസ് ആയിരിക്കാം, മാപ്സ് ആയിരിക്കാം, ഒക്കെ ഇതുപോലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു CD വഴിയോ സ്കാനേഴ്സ് വഴിയോ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതാണ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു GIS എന്നുള്ള സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് വേരിയസ് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഇൻപുട്ട് കൊടുത്ത ഡീറ്റെയിലിനെ നമുക്ക് വേണ്ട ഡാറ്റയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്തിട്ട് വേണ്ട ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു മാപ്സ് ആക്കാം, ടേബിൾ ആയിട്ടാവാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ ആയിട്ടോ, ഏത് ഫോമിലാണ് നമുക്കതിനെ റിട്രീവ് ചെയ്യേണ്ടതെന്നുള്ള അതിനനുസരിച്ചിട്ടുള്ള രീതിക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ GISലുള്ള എല്ലാ ഡാറ്റാസും മെയിൻലി രണ്ട് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് GISലെ ഡാറ്റ അനാലിസിസ് നടക്കുന്നത്. രണ്ട് ഡാറ്റാസ് എന്ന് പറയുന്നത് ഒന്ന് സ്പേഷ്യൽ ഡാറ്റയും പിന്നൊന്ന് ആട്രിബ്യൂട്ട്സും. ഇപ്പോൾ സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എർത്ത് സർഫസിലുള്ള ഓരോ ഫീച്ചറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡൊക്കെ മാച്ച് ചെയ്തിട്ട് ഒരു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ലൊക്കേഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഓരോ ഫീച്ചറിനും ഓരോ സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്. സച്ച് ഫീച്ചേഴ്സ്, അതിനെയാണ് സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് സച്ച് ഫീച്ചേഴ്സ്, എർത്ത് സർഫസിലുള്ള ഓരോ ഫീച്ചേഴ്സിനും സ്പെസിഫിക് ലൊക്കേഷനുള്ള എർത്ത് സർഫസിലെ ഓരോ ഫീച്ചേഴ്സിനും പറയുന്ന പേരാണ് സ്പേഷ്യൽ ഡാറ്റ. രണ്ടാമത് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷനാണ്. അപ്പോൾ ഓരോ സ്പേഷ്യൽ ഡാറ്റയ്ക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആട്രിബ്യൂട്ട്സ് സ്പേഷ്യൽ ഡാറ്റയുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ GISൽ ഡാറ്റ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫിഗർ 6.14 എന്നുള്ള ഫിഗറിൽ ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൻ്റെ ഒരു പോർഷനാണുള്ളത്. ആ ഒരു പോർഷനിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. മാൻമെയ്ഡ് നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്ട്രീംസ് ഉണ്ട്, റോഡ്സ് ഉണ്ട്, വെജിറ്റേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള മാപ്സ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് GIS യൂസ് ചെയ്യും. അങ്ങനെ ഓരോ മാപ്പിനെയും പറയുന്ന പേരാണ് ലെയേഴ്സ്. അങ്ങനെ ഒരുപാട് ലെയേഴ്സായിട്ട് നമുക്ക് GIS വെച്ചിട്ട് ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സാണ് ഓരോന്നും കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്ട്രീം മാത്രമുള്ള ഒരു മാപ്പാണ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് റോഡ്സിൻ്റെത്. തേർഡ് ലെയർ എന്ന് പറയുന്നത് റിസർവോയർ. പിന്നെ ഇതിൻ്റെയൊക്കെ മിക്സ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്കിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് നമുക്ക് GIS വെച്ചിട്ട് എടുക്കാൻ പറ്റും.
നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് GIS. അപ്പോൾ GISൻ്റെ അനലിറ്റിക്കൽ ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് മെയിൻലി 3 എണ്ണമാണ്. നെറ്റ്വർക്ക് അനാലിസിസ്, ബഫർ അനാലിസിസ്, ഓവർലേ അനാലിസിസ്. ഫസ്റ്റ് വൺ പറയുന്നത് ഓവർലേ അനാലിസിസ് ആണ്. ഓവർലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ നടക്കുന്ന പീരിയോഡിക് ചേഞ്ചസ് നമുക്ക് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഓവർലേ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാഡി കൾട്ടിവേഷൻ നടത്താണ് ഒരു ഏരിയയിൽ. അപ്പോൾ അത് 2 വർഷങ്ങളുടെ ഇടയിൽ എത്രത്തോളം ചേഞ്ചസ് ആ ഏരിയയിൽ നടന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 വർഷത്തെയും ലാൻഡ് യൂസ് മാപ്സ് നമ്മളൊന്ന് ഓവർലേ ചെയ്താൽ മതി. ഇതാണ് ഓവർലേ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എർത്ത് സർഫസിലെ ഒരു ഫീച്ചറിൽ വന്നിട്ടുള്ള പീരിയോഡിക് ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓവർലേ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്താണ് ബഫർ അനാലിസിസ്. അപ്പോൾ ബഫർ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ സ്കൂളിന് ചുറ്റും ഒരു 3 കിലോമീറ്റർ റേഡിയസിലുള്ള നമ്പർ ഓഫ് ഹൗസസ് എത്രയാണെന്നുള്ള നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളൊരു കേസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ബഫർ അനാലിസിസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ സ്കൂളിൻ്റെ സ്പേഷ്യൽ ഡാറ്റ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് GISൽ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ ഒരു 3 കിലോമീറ്റർ ഏരിയയിലുള്ള ഒരു സർക്കുലർ ഏരിയയിലുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടും. നമ്പർ ഓഫ് ഹൗസസ് ഇൻ ദാറ്റ് ഏരിയ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ് വൈഡനിങ് പേർപ്പസിനൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഡിസിഷൻസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ബഫർ അനാലിസിസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്രത്തോളം എക്സ്ട്രാ ലാൻഡ് അക്വയർ ചെയ്യണം, എത്ര ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും, എത്രത്തോളം വീടുകൾ പോവും എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ ഈ ബഫർ അനാലിസിസിലൂടെ പറ്റും. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു റേഡിയസിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു സർക്കുലർ സോണാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റോഡിൻ്റെതൊക്കെയാണ് പറഞ്ഞാൽ പാരലൽ സോണാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ബഫർ അനാലിസിസ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ സോണുകളെയാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് ആണ് തേർഡ് ടൈപ്പ് ഓഫ് അനാലിസിസ്. മറ്റ് 2 അനാലിസിസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെറ്റ്വർക്ക് അനാലിസിസിൽ എങ്ങനെയെന്ന് വെച്ചാൽ മാപ്പിലുള്ള ലീനിയർ ഫീച്ചേഴ്സിനെ മാത്രമാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ലീനിയർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം റോഡ്സ്, റെയിൽവേസ്, റിവേഴ്സ്, ഇതൊക്കെയാണ് ലീനിയർ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ GPS ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈസിയസ്റ്റ് റൂട്ട്, ഷോർട്ടസ്റ്റ് റൂട്ട് എവിടെയാണ് ബ്ലോക്ക് വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാറില്ലേ. അതിനൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസസ് ഓഫ് GISൻ്റെ യൂസസ് വരുമ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ഡാറ്റാസിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് GIS യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഡാറ്റാസ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പുതിയ ഡാറ്റാസ് വരുമ്പോൾ പഴയതിന് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്നൊക്കെയായിട്ട് നമുക്ക് GIS യൂസ് ചെയ്യാം. പിന്നെ തിമാറ്റിക് സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ജോഗ്രഫിക് ഫീച്ചേഴ്സിനെയൊക്കെ സ്പേഷ്യലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും GIS ആണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഫിനോമിനാസിനെ ഒരു വിഷ്വൽ മോഡലായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് GIS യൂസ് ചെയ്യാം. കളക്റ്റഡ് ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ഫിനോമിനാസിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മാപ്സ്, ടേബിൾസ്, ഗ്രാഫ്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് GIS യൂസ് ചെയ്യാം. സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. ഇന്ന് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിലുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റും അതിൻ്റെ ലൊക്കേഷൻസൊക്കെ ഇപ്പം നമുക്ക് സാറ്റലൈറ്റ് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? കാര്യമായിട്ട് മാപ്പ് മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ GPS ആണ്. GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് US-ലാണ്. US-ൻ്റെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് 1980 തൊട്ടിട്ട് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തൊരു സിസ്റ്റമാണ് GPS സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ GPS സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് 24 സാറ്റലൈറ്റ്സ് ആണ് 6 ഡിഫറെൻറ്റ് ഓർബിറ്റ്സിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എർത്തിന് ചുറ്റുമുള്ള 6 ഡിഫറെൻറ്റ് ഓർബിറ്റ്സിലായിട്ട് 24 സാറ്റലൈറ്റ്സിൻ്റെ ഒരു സീരീസാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാറ്റലൈറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 20,000 to 20,200 കിലോമീറ്റർ റേഞ്ചിലായിട്ടാണ് ഈ സാറ്റലൈറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ സാറ്റലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽസിനെ വെച്ചിട്ടാണ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളൊരു ഡിവൈസിലോട്ട് ആ സിഗ്നൽസ് റിസീവ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ പൊസിഷൻസും കിട്ടുന്നത്. അപ്പോൾ ഈ GPS ആക്ച്വലി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റ്സിൻ്റെ എങ്കിലും ആവശ്യമുണ്ട്. കറക്റ്റായിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എലിവേഷനും ടൈമും ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 4 സാറ്റലൈറ്റ്സ് എങ്കിലും അറ്റ് എ ടൈം വർക്ക് ചെയ്യണം. ഈ ബാക്കിയുള്ള സാറ്റലൈറ്റ്സ് ഒക്കെ ആക്ച്വലി അതിന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ആക്യുറസി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ വേൾഡ് എന്ന് വെച്ചാൽ അത്രയും ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അതിൽ GISൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. കാരണം GIS ഇപ്പോൾ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ എഫക്റ്റീവ്ലി അത് അപ്ലൈ ചെയ്യുന്നത് വേരിയസ് ഫീൽഡ്സിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ, പ്ലാനിങ്, ഇറിഗേഷൻ, ഫോറസ്ട്രി, ട്രാൻസ്പോർട്ടേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡിസീസ് കൺട്രോൾ, മാർക്കറ്റ് അനാലിസിസ്, ടാക്സ് കളക്ഷൻ, ഡിഫൻസ്, ടൂറിസം, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അങ്ങനെ നിരവധി ഫീൽഡുകളിലോട്ടാണ് GISൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ വേൾഡ് ഇത്രയും ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ISRO ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ട് ജിയോ പോർട്ടൽ പ്ലാറ്റ്ഫോമാണ് ഭുവൻ എന്ന് പറയുന്നത്. ഭുവൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മാപ്സൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇന്ത്യൻ ടെറിട്ടറിയുടെ മാപ്സ് ഇന്ത്യൻ്റെ തന്നെ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭുവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 2009 ബേസിക്കലി അതൊരു റിമോട്ട് സെൻസിങ് ഇമേജ് പോർട്ടലാണ്. ഭുവനിലുള്ള മാപ്പ് മേക്കിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് മോർ എഫക്റ്റീവാണ്. ഗൂഗിൾ എർത്തിനെക്കാട്ടിലും വിക്കിമാപ്പിയെക്കാളും ഒക്കെ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്സും ഒക്കെയാണുള്ളത്. പിന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള മാപ്സ് ഭുവനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 10 മീറ്റേഴ്സാണ്. അപ്പോൾ അത്രയും ക്ലാരിറ്റിയോടെ നമുക്ക് ഭുവനിൽ നിന്ന് നമുക്ക് മാപ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. GISൻ്റെ സാധ്യതകൾ ഇവിടെ ഒന്നും തീരുന്നില്ല. GIS ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസിലൊന്നാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം GISൻ്റെ ബേസിസിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ തീരാണ്, ഈ ചാപ്റ്റർ ഇവിടെ തീരാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. മാക്സിമം എല്ലായിടത്തും ഷെയർ ചെയ്യുക. സജഷൻസൊക്കെ നിങ്ങൾക്ക് പറയാം. അതൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.